ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ചുണ്ടത്തൊരു പുഞ്ചിരി നാട്ടി വാക്കിൽ ചെറുതേനു പുരട്ടി ചാഞ്ചാടിത്തോളിൽ കേറി കാതുകടിപ്പാണ്. ചുമ്മാതൊരു നോട്ടം മാത്രം ചെങ്ങാത്തം എന്തൊരു വേഗം ഒന്നങ്ങ് തിരിഞ്ഞാലയ്യോ സംഗതി തേപ്പാണ്. കാലത്തിൻ കോലം മാറി കഥയില്ല കഥ പോലായി കെണിയെല്ലാം കോട്ടും സൂട്ടും കേട്ടി നടപ്പാണേ. കൊത്തൊന്നു പറഞ്ഞാലയ്യോ മറുവത്തിന് നേരം വേണ്ട പടിമുറ്റത്തെന്നും കാണാം പടയുടെ പൊടിപൂരം. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. ഉന്തുന്തുന്തുന്ത് ഉരിയാടണതെന്തൊരു തള്ള് വാവിട്ടു പറക്കും വാക്ക് അത് അങ്ങാടിപ്പാട്ട്. പ്രതിബേട്ടാ 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 തളരൂല. എത്ര കഷ്ടപ്പെട്ടായാലും ബോഡി ഞാൻ ഫിറ്റാക്കും. പ്രതിബേട്ടാ പ്രതിബേട്ടാ ആഹാ നിങ്ങൾ ഇവിടെ നിക്ക. ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ട് നിങ്ങൾ വിളി കേട്ടില്ലല്ലോ. എന്താണ് ശാലിക്കും തൊച്ചുമിണ്ടാക്കണ ആ പ്രാന്ത് ഇപ്പൊ ഇങ്ങക്ക് തന്നെ ഇളകൂ. ദാ അങ്ങോട്ട് നോക്കി നിങ്ങള്. ആ ഉണ്ണേട്ടന്റെ പൊരയില് ഉണ്ണേട്ടന്റെ പറമ്പിലെന്താ? ഓഹ് മൂപ്പര് പൊരയിൽ സ്ഥലമൊക്കെ വിൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. 3-4 ആൾക്കാരുണ്ട് അതിൽ കൂടെ ഒക്കെ നോക്കി നടക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേ? ചിൽ പ്രതിബേട്ട ചിൽ. ഒന്ന് ചരക്കാണ് പോയാട്ടോ അവിടുന്ന്. സിനിമയിലെ ഡയലോഗ് ആയിട്ട് വന്നിക്കണ്. നമ്മളെത്ര പൈസ ലവാക്കിട്ടോ അവിടെ കൃഷിയൊക്കെ തുടങ്ങി. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ആരാന്റെ പറമ്പിലെ കിണർ കണ്ടിട്ട് നമ്മളെ പറമ്പിൽ കൃഷി തുടങ്ങരുതെന്ന്. അതിനിപ്പോ നമ്മളറിഞ്ഞ ആ ഉണ്ണിബലാൽ ഇമ്മാരി പണി ചെയ്താളെന്ന്. ഓലിപ്പോ പൊര വിറ്റാലും വേനൽക്കാലത്തുമ്പോ കുടിക്കാൻ വെള്ളം കിട്ടുമെന്ന് വിചാരിക്ക. അത് മാത്രം പോരല്ലോ ശാലിനിയെ. നമ്മളെ പച്ചക്കറിയും വാഴയൊക്കെ ഇല്ലേ അവിടെ, അത് നനച്ചില്ലേ മൊത്തം വെള്ളത്തിലാവും. വെള്ളത്തിലാവനോ? വെള്ളം ഇല്ലാണ്ടാവുന്നു. കേറി വരി ഇരിക്കി. ഉണ്ണിയേട്ടനൊന്ന് തടിച്ചോണ്ടുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാളും. ഒന്ന് കളറും കൂടിയിരിക്കണോ? കർക്കിടകത്തിൽ എന്തെങ്കിലും മരുന്നൊക്കെ കുടിച്ചോ? ഒരു ചികിത്സ ഒഴിച്ചിൽ നടത്തി. നടുവേനും ഒരു വേദനയ്ക്കൊക്കെ. അല്ല ഒന്നുമില്ല, സൂചികൾ
ഈ വൈക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോ കാര്യണ്ടെന്ന് കുട്ടിക്കോളി. ആ ഞാൻ പറയുന്നത് എന്താ വെച്ചാ പ്രദീപേ, ഞാൻ എന്റെ വീടൊന്ന് വെക്കാൻ തീരുമാനിച്ചു. ആണോ? അതാണ്ട് കൊടുത്തോളാൻ വിചാരിച്ചു. ശരിയാ. അപ്പൊ ഇത്ര കാലങ്ങൾ അവിടെ നിന്നാണല്ലോ വെള്ളം എടുത്തത്. അപ്പൊ ഞാൻ ചോദിക്കലും കണക്കറിയല്ലോ ഒന്നുമില്ല, നിങ്ങളാണ്ട് എടുക്കലെന്നെ ഇനി. അല്ല അതുള്ളോണ്ടാണ്. അതെ അതെ അതെ, അതാണ് പുതിയ സംസ്കാരം എന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്. വാട്ടർ കണക്ഷൻ ഞാനൊന്ന് കട്ട് ചെയ്യൂ. അത് ശരി. അപ്പൊ നിങ്ങൾ ഓരും കൂടി എടുത്തപ്പോ സാധനം ചെയ്യൂല. അതിപ്പോ നിയമപ്രകാരം അവർക്ക് വലിയ പ്രശ്നമാവും. തൽക്കാലം ഞാനൊന്ന് കട്ട് ചെയ്യും. അല്ല ഞങ്ങളെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പോ അതിലാണ് നടന്നു പോണ്. എന്റെ വീട്ടിലെ വെള്ളം കണ്ടിട്ടില്ലല്ലോ കൃഷി നടത്തേണ്ടത്. അല്ല നിങ്ങള് കൃഷി നടത്തുകയാണെങ്കിൽ സ്വന്തം കുളം കുഴിച്ചൂടെ വീട്ടിലായിട്ട്? അല്ല ഇപ്പൊ നിങ്ങളെ പറമ്പിലൊരു കുളം കുഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്റെ പറമ്പ് കൊളാക്കണ്ട, നിങ്ങളെ പറമ്പ് കൊളായിക്കോളി. അപ്പൊ എത്രയും പെട്ടെന്ന് പ്രദീപ് അതിനെ പറ്റിയൊരു നിലപാട് എത്രയും പെട്ടെന്ന് തന്നെ എടുക്ക. ഇല്ലൊരു ബുദ്ധിമുട്ടാവത്. അതാ. അയ്യോ ചായ എനിക്ക് വേണ്ട. ചായ ഒന്നാമത് ഇവള് പഠിപ്പിച്ചൊരു ശീല. ചായ എന്ന് പറഞ്ഞാൽ ചായ ഒരുപാട് പാല് പറന്ന് കൊറേ പഞ്ചായത്ത് ഒന്ന് ആറ്റിയിട്ട് ഒരു ചായ അല്ലേ ഹോർലിക്സ്, ഇത് രണ്ടേ കുടിക്കലുള്ളൂ. ഇതൊക്കെ ഒരു ഏക്കറോട്ടിയുള്ള മാതിരി അല്ലേ? ഇതെങ്ങനെയാ കുടിക്കുന്നല്ലേ? നിങ്ങൾ രണ്ടാളും കുടിക്കുക. ശരി, അപ്പൊ കിണറിന്റെ കാര്യം ഒന്ന് കാര്യമായിട്ട് എടുക്കാം കേട്ടാ. ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറ ചായ കേട്ട് വരാൻ പറഞ്ഞു. അത് സോപ്പിട്ട് പതിപ്പിക്കാൻ വിചാരിച്ചു. കട്ടചാല എന്റെ സോപ്പ് പറയിപ്പിക്കുന്ന കൊണ്ട്. ആ മോഹം എന്തായാലും നിങ്ങൾ ഇപ്പൊ മറന്നോളിട്ടോ. അല്ല മൂപ്പര പറമ്പിന്ന് വെള്ളം എടുത്തിട്ട് കൃഷി ഉണ്ടാക്കി കളിക്കാന്നുള്ള ഒരു മോഹം. അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ലക്ഷക്കണക്കിന് ഉറുപ്പിയാളെ പറമ്പ് കിടക്കണ്. എന്റെ ജീവനുള്ളിടത്തോളം കാലം ആ പറമ്പിലൊരുത്തനും കാലുത്തൂല. അതിനുള്ള പണി ഞാൻ കാണിക്കും. എന്ത് പണി? അത് ഞാൻ കണ്ടിക്കണ്. ഈ കണ്ടോ? ഓരോരോ ബുദ്ധിമോശം പോയിട്ട് കാണിക്കൂലേക്കൂ. ഇതൊരു ഏക്കറോട്ടി വെള്ളം തന്നെയാണ്. ഇവിടെ കൊണ്ട് നോക്കി എന്തൊരു ബോർഡ്. നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. അല്ലേ വേണ്ട, പാടാം നമുക്ക് പ്രതിഭ അല്ലടാ എന്താ ഒരു പാട്ടൊക്കെ? ഒന്നുമില്ല, ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പാടി തീർക്കുക. അല്ല ഈ ഒരു പെണ്ണ് കാണാൻ പറ്റും എന്തായി? ഇഷ്ടപ്പെട്ട് നല്ല പെണ്ണാ. അച്ഛനും അമ്മയ്ക്കും ഒരൊറ്റ മോളാ. അത് ശരി. അപ്പൊ അടുത്ത് തന്നെ ഒരു സദ്യയൊക്കെ കിട്ടൂ. അതൊന്നും നടക്കും തോന്നില്ല. ആന്തേടോ എല്ലാ പറഞ്ഞ നമുക്ക് ഇഷ്ടമായി നോക്കെ. പെണ്ണിനെ എനിക്കിഷ്ടായി, പക്ഷെ പെണ്ണിന് എന്നെ ഇഷ്ടമുണ്ട്. അത് ശരി. പെണ്ണ് നല്ല വീറുള്ള പെണ്ണാളപ്പോ ഓടാ. എടാ ഷാജിയെ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ യോഗ. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. എന്ത് ഗുണം ഉണ്ടായിട്ട് എന്താ കാര്യം? 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സാധനം എന്റെ വീട്ടില് ശാലിനി. അത് ഈ പറഞ്ഞ കറക്റ്റാ. അന്റെ ഒരു മൊഞ്ചിനും പത്രാസിനനുസരിച്ച് അനക്കൊരു ബസ് സ്റ്റാൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഐശ്വര്യനെ പോലെയുള്ള ഒരു പെണ്ണിനെ തന്നെ കിട്ടും. സുഖല്ലേ? അല്ലടാ ഈ അറിഞ്ഞോ നമ്മളെ ഉണ്ണി വീടും പറമ്പൊക്കെ വെക്കുക. ഏതുണ്ണി? ആ തെക്കേല ഉണ്ണിയടോ. ആന്തേ? ഓനിപ്പോ വെക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളെ സ്വീപ്പാക്കാൻ വേണ്ടിട്ട് ഓൻ മനഃപൂർവ്വം ചെയ്യണത്. അല്ലടോ, ഓൻ സ്ഥലവും ആ പുരയും വെക്കുന്നതിന് അനക്കെന്താ ബുദ്ധിമുട്ട്? ഒന്നും പറയാത്ത മോനെ നല്ല. എന്നാ പിന്നെ ഈ ഒന്നും പറയണ്ട, ഞാൻ പോവാ. അവിടെക്കടോ. അല്ലടോ, മൂപ്പര് എത്ര അപ്പൊ ചോദിക്കുന്നത്? എന്തേ അനക്ക് വാങ്ങാൻ പ്ലാനുണ്ടോ? എനിക്ക് വാങ്ങാനല്ലടോ, ഏതാ പാർട്ടിക്കാരനെ മുട്ടിച്ചു കൊടുക്കാലോ, കമ്മീഷൻ അടിക്കാലോ. പറയണൊക്കെ വലിയ പൈസയാണ്ടോ? എത്ര പറയുന്നത്? 25 ലക്ഷം റുപ്യ. 25 അതിന് കിട്ടൂലോ. കൂടിപ്പോയിണ്ടെങ്കിൽ ഒരു 15 റുപ്യ. ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 കിട്ടുമായിരിക്കും. 25 ആര് കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ ആ പറമ്പിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അണ്ണാന് മുയല് പിന്നെ മറ്റേ കാട്ടുകോയി സംക്രാന്തി ഉള്ള സാധനങ്ങൾ മൊത്തം ആ പറമ്പിൽ. കുറച്ച് അഹങ്കാരം കൂടുതലല്ലേ? ഓനും ഓന്റെ ഭാര്യ. അല്ല ഞാനേ ഓന്റെ ഭാര്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്റെ ഭാര്യന്റെ അല്ല നമ്മളെ തൊട്ടടുത്തുള്ള ദാമോരേട്ടന്റെ മോള് ദേവകിയച്ചില്ലേ, ഓരോ സ്വഭാവം എനിക്ക്. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ കാര്യം നമുക്ക് അറിയാലല്ലേ? ഒരു സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞല്ലോ പെണ്ണൊന്നും ശരിയാവട്ടെ. ഇവിടെ എവിടെയോ ആണല്ലോ ആ ചായ പീടിയക്കാരൻ പറഞ്ഞ വീട്. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ഇത് തന്നെ. കാണുന്നില്ലല്ലോ. അതന്നെ, കാണാനൊരു മൊഞ്ചൊക്കെ ഉണ്ടല്ലോ.
ശരിക്കും അവിടെ കാണുന്നില്ല. എന്തായാലും ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിക്കുന്ന ഒന്ന് നല്ലതാ. ആരും കണ്ടില്ല. താദിന്നം താതാദിന്നം 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 അല്ല, ഉഷാറ് പാട്ടൊക്കെ ആളല്ലോ. ഇവിടെ ആളുകൾ ആരും ഇല്ലേ? പ്രതിഭേട്ടൻ പുറത്തു പോയതാ. നിങ്ങൾ ആരാണ്? ഞാൻ വേലായുധൻ, മച്ചുനെ വേലായുധൻ നാട്ടുകാർ വിളിക്കൂ. എന്റെ കാട്. ആ കാട്. ഇതെന്താ ബ്രാക്കറ്റിൽ BR വേലായുധൻ? അത് പിന്നെ ഡോക്ടർമാർ DR എന്നും ഞങ്ങൾ ബ്രോക്കർമാർ BR എന്നും ആണല്ലോ. അങ്ങനെയാണല്ലേ. ബ്രോക്കർ വേലായുധൻ. അതിന് ഇവിടെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളൊന്നുമില്ല. ആ വളവിലുണ്ടല്ലോ ഒരു പോരാ, അവിടെ ഉണ്ട് ഒരു കുട്ടി. ചൊവ്വാദോ ഷട്ട് അതിന് ആരും കൊണ്ടുപോകുന്നില്ല. കുറെ ബ്രോക്കർമാർ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതിന് നമ്മൾ കല്യാണ ബ്രോക്കർ അല്ല. അല്ലേ? ആ, റിയൽ എസ്റ്റേറ്റ് ഓൺലി. വീടും ആൻഡ് സ്ഥലവും. അതിന് വീടും എന്റെ സ്ഥലവും ഇവിടെ വിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വിറ്റ് പോകാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കേക്കി. പിന്നെ നിങ്ങളെ പോരെ കച്ചവടമാക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഏ ആ പോരെ വാങ്ങാൻ വേണ്ടി വന്നാണ് ഞാൻ. ഇന്ത്യ അമ്മേ, ഉണ്ണിയേട്ടന്റെ പോരെയോ? അതെ. പിന്നെ ഞാനേ ആ വീടിന്റെ ഗേറ്റുമ്മലെ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഒരു ബോർഡ് കണ്ട്. പിന്നെ ഞങ്ങള് ബ്രോക്കർമാരെ ഒരു കടമയുണ്ടല്ലോ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാന്നുള്ളത്. അതുകൊണ്ട് വന്നതാണ്. അല്ല, നിങ്ങളെ അഭിപ്രായത്തിൽ ആ പോരെ എങ്ങനെ? പോരാ. ചാല്. മുണ്ടലടി. ഇതാണ് ഇവിടെ ഉള്ള ആള്. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. ഞാൻ BR വേലായുധൻ, ബ്രോക്കർ മച്ചൂനിയൻ വേലായുധൻ. നോ മാരേജ്, ഓൺലി ഹൗസ് ആൻഡ് ലാൻഡ്സ്. ഞാനേ ആ പോരയും പറമ്പ് കാണാൻ വേണ്ടി വന്നേനി. ഞാൻ നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിക്കേനി ആ പോരയും പറമ്പൊക്കെ എങ്ങനെയെന്ന്. അല്ല അത് മറ്റേ അല്ല അതല്ല അത് അത് പറയാ പ്രേത. അതൊന്നും കാര്യമൊന്നും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കി. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇനി പ്രേതകഥ നാട്ടിലാക്കേണ്ട. എന്റെ അച്ഛൻ വാസുദ എന്നോട് പറയിപ്പിക്കണെന്ന് കൊണ്ട്. അല്ല, ആ പോരക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ. എന്താ? അതിപ്പോ നമ്മളെന്തേ പറഞ്ഞിട്ട് ഒരു കച്ചവടം മുടക്കണോ? അല്ല, നിങ്ങൾ പറയുന്നേ അല്ല, അതിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ കമോൺ ബോയ്, കമോൺ കമോൺ. നിങ്ങൾ നോട്ടി നടന്ന് സംസാരിക്കാം. കമോൺ. ശരിക്കും നിങ്ങളെ പണി എന്താ? അല്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്നല്ലാണ്ട് എന്റെ ഭാര്യ ശാലിയാണ് സത്യം. അതത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ കളത്തരം പറഞ്ഞിട്ട് എനിക്ക് എന്തിട്ടാനാന്ന്? നമ്മളൊരു ചതിക്കുയിൽ വീന്നാ വിചാരിച്ചത്. പടച്ചോനായിട്ടാണ് നിങ്ങളെ കാട്ടി തന്നത്. ഈ പൊട്ടൻ എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ. ഇതാ ദിവ്യപ്രഭയ്ക്ക് പണിയെടുക്കാൻ പറ്റിയ അവസരം. എന്താ ആലോചിക്കണേ? അല്ല, നിങ്ങൾ ആലോചിച്ചായി ഞാനൊന്ന് ആലോചിച്ച് നോക്കിയാ. അല്ല, അന്നത്തെ ദിവസം പോയേ ഞാൻ പോട്ടെന്നാല്. വേം പോയിക്കോളി. ആ വീടിന് മുമ്പിലൊന്നും പോയി പെടണ്ട. ചാച്ചി പൊട്ടെ. ഹലോ ദിവ്യപ്രഭേ, ഞാനാ BR വേലായുധൻ, ബ്രോക്കർ വേലായുധൻ. അത് തന്നെടോ, പഴയ മച്ചുന്യ വേലായുധേ. ആ അതെ, ഞാൻ വിളിച്ചെന്താ വെച്ചാലേ നല്ലൊരു പൊര ഒത്തു വന്നിട്ടുണ്ട്. നല്ല അന്തരീക്ഷ. പറഞ്ഞതിനേക്കാളും നല്ലത് അവിടെ നല്ല കിണറാ, നല്ല തെളിനീര് പോലത്തെ വെള്ളം. അനക്കും കെട്ടിയോനും മക്കൾക്കും സുഖമായിട്ട് കുളിക്കുകയെ കുടിക്കുകയെ എന്ത് വേണേലും ചെയ്യാം. വറ്റാത്ത കിണറായതേ എൻ്റെ ഭാഗ്യാന്ന് വെച്ചോ. ആ അതൊക്കെ ശരി ശരി ശരി. അതെ, ഈ നോക്കിയിട്ട് വിളിക്കട്ടാ. ആ ശരി ശരി ശരി. ഇങ്ങോട്ട് വാടി ദിവ്യപ്രഭേ, എനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. കൊറേ കാലായി എന്നിട്ട് കളിപ്പിക്കുന്നു. സ്ഥലം വാങ്ങാന്ന് പറഞ്ഞിട്ട്. ആ 2000 കണക്കാ കിട്ടാത്ത. ആ ഇന്ത്യയിൽ എഴുതിയുണ്ട്, നിങ്ങളെ എഴുതിയില്ല. നിങ്ങൾ ബുക്ക് കൊണ്ടുവരായിട്ട് ആകുമ്പോ അടുത്തേച്ച് ചേർക്കാം. അത് അവളോടൊന്ന് അവളോടാവും ഞാൻ പറഞ്ഞോളാം.
അല്ല അല്ല ശാലിനിയെ, നമ്മുടെ ഉണ്ണിയേട്ടൻ എന്തിനാ വീടും സ്ഥലം പെട്ടെന്ന് വിൽക്കുന്നേ? ഓന്റെ കെട്ടിയോള് പറഞ്ഞിണ്ടാകേ ഓനൊരു വെങ്കോന്തനല്ലേ. അന്റെ കാര്യം കഷ്ടം തന്നെ ശാലിനിയെ. നിങ്ങള് വെള്ളടി നിന്നില്ലേ? വെള്ളടിയോ? അല്ല, വെള്ളം കുടി. നന്ദികേടല്ലേ ശാരദേച്ചി ആ ഉണ്ണിയേട്ടൻ ഞങ്ങളോട് കാണിച്ച്? ഇത്രയും കാലം ഓല കിണറ്റിലെ വെള്ളം കേടാണ്ട് ഞങ്ങൾ നോക്കിയില്ലേ? അതെങ്ങനെ? ഞങ്ങൾ ഉപയോഗിച്ചില്ലേ? ഞങ്ങൾ ഇങ്ങനെ കുത്തിക്കോരി വെള്ളതാക്കുന്ന സമയത്തും കുറെ പമ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്തും ഒക്കെ കിണറ്റിലെ വെള്ളം ഇങ്ങനെ നന്നാക്കി എടുക്കല്ലേ. അങ്ങനെയല്ലേ? എന്നിട്ടാണ് ആ മൂപ്പർ ഞങ്ങളോട് പണി ചെയ്ത്. അല്ല, നിനക്ക് വേറെ കിണർ കുഴിച്ചൂടെ അപ്പൊ? ഒന്നും നടക്കൂലെന്ന്. ഞങ്ങളെ പറമ്പിലൊന്നും വെള്ളം കിട്ടൂല, പാറയാണ്. ഷോ, അങ്ങനെയാണോ? പിന്നെ കഴിഞ്ഞ കൊല്ലോ അതിന്റെ മുമ്പിലത്തെ കൊല്ലോ ഒക്കെ ഞങ്ങൾ മൂപ്പരോട് ചോദിച്ചു നിങ്ങൾ വിൽക്കുന്നുണ്ടോന്ന്. എന്നിട്ട് അയാൾ വിൽക്കുന്നില്ലാർന്ന്, പത വിൽക്കുന്നു. എന്നാ നിങ്ങൾക്കത് വാങ്ങിച്ചൂടെ? ഇനിയിപ്പൊ ഞങ്ങൾക്ക് അത് വേണ്ട. ചേടാ. പിന്നെ എനിക്ക് കോയിനെ കൂട്ടിലാക്കാണ്ട്, ഞാൻ പോട്ടെ. എന്നാ പിന്നെ നമുക്ക് നാളെ കാണാം. നാളെ കാണാം. അല്ല സുധിയെ, ഇതെന്താ പുതിയൊരു ശീലൊക്കെ? ഡേ ഷൈജോ, പത്രം വായനൊക്കെ തുടങ്ങിക്കണവേ? ഓൻ തുടങ്ങും. ഓനിപ്പം PSC കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടല്ലോ. അതൊരു പുതിയ പത്രം വായനൊക്കെ. അല്ലടാ സുധിയെ, ഈ പഠിക്കാനൊക്കെ പോണ്ട്? ആണോ? അല്ലടാ, ഈ പരീക്ഷയൊക്കെ ഇപ്പൊ വയസ്സന്മാർക്ക് എഴുതാൻ പറ്റുമോ? അണക്കിന് എഴുതാൻ പറ്റും തോന്നുന്നു. ഇതിഞ്ഞിപ്പോ കണ്ടിട്ട് ആരൊക്കെയാണോ വരാൻ പോണ്? ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയാ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന? അത് ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീട്. വലത്തോട് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ വീടാണേ. താങ്ക്സ് ചേട്ടാ. രണ്ടാമത്തെ വീടല്ലേ? ഇടിയുമ്പോ ചായ കുടിച്ചിട്ട് പോയപ്പോ ഇങ്ങോട്ട് വാ മനുഷ്യ. വേണ്ടല്ലേ? പേരടിക്കൊന്ന് കൊടുക്കാറുണ്ട്. വീടും പറമ്പും കണ്ടിട്ടേ നല്ല സൗകര്യമുണ്ട്. സൗകര്യമുണ്ട്. റോഡൊക്കെ കണ്ടില്ലേ? ബ്രോക്കർ വരും ഇവിടെ. മൂപ്പര് വന്നിട്ട് അകത്ത് കയറിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആണോ? ചുറ്റുപാടൊന്നും അന്വേഷിക്കണ്ടെന്നും പറഞ്ഞു. ബാഗ് പിടി. അല്ല, നിങ്ങള് പൊര വാങ്ങാൻ വന്ന ആൾക്കാരാ? വാങ്ങാനല്ല, കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മള് വാങ്ങും. ഈ മൂപ്പരയല്ലേ നമ്മൾ ചായക്കട കണ്ടത്? അല്ല, നിങ്ങള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലേ വാങ്ങാൻ വന്നത്? എന്ത് കാര്യം? അല്ല, ജിന്നിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല? എന്ത് ജിന്ന്? അല്ല വേണ്ട, ഞാനായിട്ട് ഇപ്പൊ ഒന്നും പറയില്ല. അല്ല, നിങ്ങൾ പാതി വയ്ക്കാത്തത് കാര്യം പറഞ്ഞിട്ട് പോയി. എന്താ അറിയോ, ഇത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ആരോടും പറയണ്ട. ഈ പൊരയില് ഒരു ജിന്നുണ്ട്. ജിന്നോ? ഇയാളിതെന്തൊക്കെയാ പറയുന്നത് പ്രഭേ? എനിക്ക് മനസ്സിലാവുന്നില്ല സുരേട്ടാ. ഇതൊരു സാധാരണ വീടല്ല, ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം, ഭാർഗവിയുള്ള വീട്. ഈ വീട്ടിൽ അതിന് ആൾ താമസമില്ലല്ലേ ബ്രോക്കർ നമ്മുടെ അടുത്ത് പറഞ്ഞു. ബ്രോക്കർ പറഞ്ഞു ഇവിടെ ആരും താമസമില്ലാന്ന്. നിങ്ങൾ ഈ സിനിമ ഒന്നും കാണാനില്ലെന്ന്? ഈ ജിന്നുള്ള പടം ഏതൊക്കെയാ? മറ്റേ മറുക, കല്യങ്ങാട്ട് നീലി, അങ്ങനെ കുറെ ടീമൊക്കെ ഇല്ലേ? എന്ത് മറുത, എന്ത് കളിയങ്ങാട്ട് നീലി? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു പ്രഭേ? ഇതെന്താ കഥ? എനിക്ക് മനസ്സിലാവുന്ന സുരേട്ട, നിങ്ങളുള്ള കാര്യം പറയും. കുറച്ചു കൊല്ലം മുമ്പ് ഇവിടെ ഭാർഗവിന്ന് പേരുള്ള ഒരു മൊഞ്ചത്തി താമസിച്ചിരുന്നു. ഓള് അപ്പുറത്തെ പോലുള്ള രാമനാഥൻ വേണ്ട, നാണൂനേറ്റ് ഭയങ്കര പ്രേമം. അങ്ങനെ ഇവർ രണ്ടാളും അടിയും ചക്കരിയനി. ഈ തറഞ്ഞ ഭാർഗവിന്റെ അച്ഛൻ നാണൂനെ കൊന്നു കണ്ട് കിണറ്റിലിടുക. ഭാർഗവി സഹിക്കോ? ഓള് ഓടി വന്നു കണ്ട് കിണറ്റിലേക്ക് ഒറ്റ ചാട്ട. എല്ലാ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാലും ഇവിടുന്ന് ഒരു പാട്ടും ഹോക്കിയും തോം 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 കേട്ടില്ലേ? അങ്ങനത്തെ ഒരു പാട്ടൊക്കെ കേൾക്കും. ചിലപ്പോ ഞങ്ങൾ നോക്കുമ്പോ ഉണ്ടാവും ഒരു ചേലങ്കിയും വെള്ള സാരി എടുത്ത് കണ്ടിട്ട് നാണു, പിന്നെ കുപ്പായ ഷർട്ടൊക്കെ ഇട്ടും കണ്ടിട്ട് ഭാർഗവിയും.
അല്ല മാറിപ്പോയി. വെള്ള സാരി എടുത്തും കണ്ട് ഭാർഗവിയും ഉപ്പായും ഷർട്ടൊക്കെ ഇട്ട് കണ്ട് നാണവും വരും. അങ്ങനെ ഇവരവിടുന്ന് അങ്ങനെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ക്യാമറ നടത്തുക, അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാ. ആ ഈ പൊരേന്റെ മുന്നിൽ കൂടെ ഒരു മനുഷ്യജീവി പോവല്ല. ആ നിങ്ങൾ പറഞ്ഞൊക്കെ നേരാണ്. പിന്നെ ഞങ്ങളോട് കള്ളത്തിനും അറിയാ. എന്നിട്ട് ആ കള്ള ബ്രോക്കർ നമ്മുടെ അടുത്ത് ഇതിന്റെ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. ഏത് ബ്രോക്കർ? ആ മറ്റൊരു മൃദംഗത്തിന് കൈയും കാലും വെച്ച് അത് തന്നെ. യെച്ചൂരിക്കുട്ടന്മാരുള്ള ചങ്ങായി. ആ അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണല്ലോ. എന്നിട്ട് ആ കാലം കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത്. ഇങ്ങ് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട് അയാൾക്ക്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങ് മനസ്സിലായല്ലോ. ഇനി ഇത് വേണോ വേണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കാം. അയ്യോ ഇത് ശരിയാവില്ലേ, ഈ പോരെ വേണ്ട ഞങ്ങക്ക്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ വെള്ളിയാഴ്ച രാത്രിയാണല്ലോ ഇവർ രണ്ടാളും വരുന്നത്. ആര് രണ്ടാളും? ആ ഭാർഗവിയും ഭാർഗവനും. ഭാർഗവനോ? മൂപ്പര് പേരെന്തേനും? നാണൂന്ന്. നാണു. അങ്ങനെ ആണെങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാ വെള്ളിയാഴ്ച നമുക്ക് മക്കളെയും കൂട്ടി എന്റെ വീട്ടിൽ പോയി താമസിച്ച പ്രശ്നം കഴിഞ്ഞില്ലേ? ഓ, ഇങ്ങനെ ഒരു മരമോന്തനെയാണല്ലോ എന്റെ തല വിധിച്ചിരുന്നത്. വേണ്ടല്ലേ? ഒന്നും വിചാരിക്കരുത്, മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു വർത്താനങ്ങൾ പറയും. അല്ല അത് ബാഗ് തോള് തൂക്കിയപ്പോ തന്നെ മനസ്സിലായി. ആ ബ്രോക്കർ എനിക്കൊന്ന് കാണണം. ഓനോട് പറയാനുള്ള വർത്താനം ഞാൻ പറയുന്നുണ്ട്. എന്നാ ചെല്ലിങ്ങള് വാ ഇങ്ങോട്ട്. ഹലോ, ഞാൻ വൈകില്ലല്ലേ? നിങ്ങളെ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇവിടുത്തെ വിവരങ്ങളൊന്നും നമ്മുടെ അടുത്ത് പറയാണ്ട് പറ്റിക്കാൻ നോക്കയ്യേ. എന്ത് പറ്റിക്കാനാണ്? എന്ത് പറ്റിക്കാന്നോ? ഇവിടെ ഭാർഗവിയും ഭാർഗവനും താമസിക്കുന്ന ഞാനോട് പറഞ്ഞില്ലല്ലോ. ഭാർഗവനും ഭാർഗവിയോ? ഇവിടെ ആരില്ലാന്നാണല്ലോ പറഞ്ഞ എന്നോട്. മിണ്ടായിരുന്നു നിങ്ങള്. എല്ലാ കാര്യവും ഇയാൾ ഞാനോട് പറഞ്ഞി. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലെന്ന്. എന്ത്? ഇങ്ങോട്ട് ആരും കൊണ്ടുവരുന്നു. ഇവിടെ ചോരടിക്കുന്ന സാധനം ഞാൻ പറഞ്ഞല്ലേ. ചോറൊടിക്കുന്ന അത് കൊതുകല്ലേ? കൈ തീർത്തൊന്നും തന്നുണ്ടല്ലോ. ആന്ന് ഇനിയിപ്പോ എന്തായാലും വിട്ടാളേ. ഇയാളോ ഞാനും പ്രശ്നം വിട്ടേക്ക്. എന്തായാലും പിന്നെ കണ്ടപ്പോ നിങ്ങൾക്ക് സത്യം മനസ്സിലായല്ലോ. ജീവൻ പോകില്ല. ആ അപ്പോ നിങ്ങൾ ഈ വലിയൊരു വീട് വെറുതെ വാങ്ങാൻ നിക്കണ്ട. ഇനി വാങ്ങിയാൽ തന്നെ ഇവിടെ തെളിനീര് മരുത്ത വെള്ളമുള്ളത്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എന്താ ഉപയോഗിക്കാൻ പറ്റാ? അതെന്താന്ന് വെച്ച് എങ്ങനെ പറ്റാനാ? ഇവിടെ വെള്ളം മൊത്തം ചങ്ങായി കൊണ്ടുപോകല്ലേ? കമ്മീഷൻ കൂട്ടിയപ്പോഴേക്ക് തോന്നി ഇവിടെ എന്തോ ഒരു കളി. എന്താ എന്താ എനിക്ക് ഇവിടെ വേറെ ആരും താമസിക്കുന്ന ഇഷ്ടമല്ല. താമസിക്കാൻ ഇഷ്ടല്ലേ? വേണമെങ്കിൽ താമസിച്ചോളേ. ഞാൻ കൊല്ലാൻ പോവാ. ഞാൻ പിന്നെ അന്റെ പ്രായത്തിലേക്ക് ഓടി കളിക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ താമസിച്ച അന്റെ പ്രായത്തിൽ ഞാൻ കൊല്ലടാ. പ്രാന്താണ്ടാ, വെറുതെ പ്രാന്തന്മാരെ വിടുന്നു. മകൻ നിൽക്കണ്ട, ഓടി.